കുടുംബശ്രീ സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. കുടുംബശ്രീയിലെത്തിയവർക്ക് കണ്ണീരിന്റെ അല്ല കരുത്തിന്റെ കഥയാണ് പറയാനുള്ളതെന്നും കെ ബിനിമോൾ പറഞ്ഞു. കുടുംബശ്രീയുടെ എംപ്ലോയി മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനിമോൾ. അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു 10 വർഷത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ തൊഴിൽ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്നുള്ള വലിയൊരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് അത്തരം ഒരു ആശയം കൊടുക്കാനൊക്കെ സാധിച്ചത്. പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ബോധ്യത്തിൽ ഉണ്ടായിരുന്നില്ല സ്ത്രീകളെ സംബന്ധിച്ച്. ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും കാലത്ത് നമുക്ക് വേണ്ടി വന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇപ്പോഴും നമുക്കറിയാം 18 to 40 വയസ്സ് വരെയുള്ള സ്ത്രീകളെ നമ്മൾ കൃത്യമായി കുടുംബശ്രീ സംവിധാനത്തിലൂടെ തന്നെ ഓക്സിലറി യൂണിറ്റുകൾ എന്നുള്ള രീതിയിൽ ഇവിടെ രജിസ്ട്രേഷൻ നടത്തി. നോളജ് എക്കണോമി മിഷന്റെ ഭാഗമായിട്ടുള്ള 1ാം ഘട്ട പ്രവർത്തനം എന്നുള്ള രീതിയിൽ രജിസ്ട്രേഷൻ നമ്മൾ ആരംഭിച്ചു. രജിസ്ട്രേഷൻ ആരംഭിച്ച് വരുമ്പോഴും സ്ത്രീകളുടെ പൊതുവായ ഒരു മനസ്സ് ഞാൻ പറയുകയാണ്. സാധാരണ കുടുംബങ്ങളിലെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു തൊഴിലെടുത്ത് പോകണം എന്നതിനപ്പുറത്ത് ഒരു കുടുംബം, ആ കുടുംബ സംവിധാനത്തെ ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചു കൊടുത്തത് അവിടുന്ന് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. കാരണം ഒരാളെ ഞങ്ങൾ ജോലിക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലേ? ഒരു 4 ദിവസം പണിയെടുക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് വലിയൊരു പരിമിതി ആ രംഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടത് സർക്കാർ ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ആഗോളതലത്തിൽ തന്നെ സ്ത്രീ മുന്നേറ്റത്തിന് മാതൃകയാണ്. കുടുംബശ്രീയുടെ ആയിരക്കണക്കിന് ചെറുകിട സംരംഭങ്ങളിലൂടെ 10,000-കണക്കിന് കുടുംബങ്ങൾ സ്വയം പര്യാപ്തത നേടി. സ്ത്രീ സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രം പറയാനുള്ള കുടുംബശ്രീയുടെ പ്രവർത്തന രീതി പഠനത്തിന് വിദേശത്തു നിന്നുപോലും സംഘങ്ങൾ എത്തുന്നത് കേരളത്തിന് അഭിമാനമാണ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിദേശ വിപണിയിലും എത്തിക്കഴിഞ്ഞു. കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൂതന വിപണന മാർഗത്തിലൂടെ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ബിനിമോൾ പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പ്രിയസ് ശ്രീകല, പ്ലേസ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് മെമ്പർ ആദർശ് മോഹൻ എന്നിവർ സംരംഭം, ഉൽപാദനം, വിപണനം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ എൻ ഉണ്ണികൃഷ്ണൻ, കെ എ പ്രിയങ്ക, ബി സി അപ്പു എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.